അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, ഈ വിശാൽ കേസ് അത് 2012 നടക്കുന്ന സമയത്ത് നമ്മളെല്ലാം ആ വാർത്ത ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസ് ഫ്രണ്ടൊക്കെ ചെയ്ത കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, പക്ഷേ കേസിൽ വിധി വന്ന സമയത്ത് അതൊരു എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടുള്ളൊരു വിധിയാണ് ഉണ്ടായത്. എന്താണ് അതൊരു പോലീസിൻ്റെ അന്വേഷണത്തിലുള്ള അനാസ്ഥയായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധിയിലേക്ക് വരാനുള്ള കാരണം? അങ്ങ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ. കേസിലെ വിധിക്ക് കാരണം കേസിൻ്റെ അന്വേഷണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പറയാറില്ലേ, ഒരു കേസിൻ്റെ ശരിയായ വിധിന്യായം വരുന്നതിന് പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ശരിയായ വിധിന്യായം ഉണ്ടാകുന്നത്. അതിലൊരു ജുഡീഷ്യൽ സെൻസ്, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്ന തെളിവുകളെ ശരിയായ നിയമത്തിൻ്റെ ആ രീതിയിൽ കൂടി അതിനെ അപഗ്രഥിക്കുന്ന, പരിശോധിക്കുന്ന ഒരു ജഡ്ജ്, അതൊരു പ്രത്യേക ഘടകം തന്നെയാണ്. ഇപ്പോൾ ജഡ്ജിന് തോന്നുകയാണ് ഇത് ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ ആ വിധിന്യായത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല ഇതെന്ന് തോന്നി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയും അപ്രധാനമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും ശരിയായ വിധിന്യായങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. വിശാൽ കേസ് അത്തരം ഒരു കേസിൻ്റെ മകുട ഉദാഹരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയാൻ കാരണം, സാധാരണഗതിയിൽ ക്രിമിനൽ കേസുകൾക്കകത്ത് സാക്ഷികളുടെ മൊഴികളാണ് പ്രധാനം. സാക്ഷികളുടെ മൊഴികളിൽ കൂടിയാണ് ഒരു കേസ് തെളിയിക്കപ്പെടുന്നത്. വിശാൽ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ആദ്യം വിസ്തരിച്ച 1 മുതൽ 7 വരെയുള്ള സാക്ഷികൾ ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ്. അവർ നിയമത്തിൻ്റെ ഭാഷയിൽ ഇൻജുവേർഡ് ഐ വിറ്റ്നസ് എന്ന് പറയപ്പെടുന്ന ആ ശ്രേണിയിൽപ്പെടുന്നവരാണ്. അപ്പോൾ എന്താണ് ഇൻജുവേർഡ് ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാക്ഷിക്ക് ആ സ്ഥലത്ത് കൃത്യം നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് അവരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മിനിമം ഗ്യാരണ്ടിയാണ് അവർക്കൊരു പരുക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ പരുക്ക് പറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്രകാരമുള്ള ഒരു സാക്ഷിയുടെ മൊഴിക്ക് അതുകൊണ്ട് തന്നെ നിയമത്തിനകത്ത് വലിയ വിലയാണുള്ളത്. സുപ്രീം കോടതിയൊക്കെ വളരെ വിധിന്യായങ്ങളിൽ ആ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അബ്ദുൽ സലാം കേസിനകത്തായാലും ശരി, അതല്ലെങ്കിൽ കേരള ഹൈക്കോടതി 2019 കുര്യൻ കേസിനകത്തൊക്കെ അത് വളരെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇൻജുവേർഡ് ഐ വിറ്റ്നസ് എന്ന് പറയുന്ന ആളുകൾക്ക്, പരുക്ക് പറ്റിയ ദൃക്സാക്ഷികൾക്ക് മറ്റ് സാക്ഷികളെക്കാളും കുറച്ചും കൂടി റിലയബിലിറ്റി, വിശ്വസനീയതയുണ്ട് എന്നുള്ളതാണ്. ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ്റെ കേസ് എന്ന് തന്നെ പറയുന്നത്, വിശാൽ കൊല്ലപ്പെടുന്ന അതേ സംഭവത്തിൽ 1ാം സാക്ഷിയായിട്ടുള്ള വിഷ്ണുപ്രസാദ്, 2ാം സാക്ഷിയായ ശ്രീജിത്ത് എന്നിവർക്ക് അതീവ ഗുരുതരമായി അതേ ആയുധം കൊണ്ട് തന്നെ അതേ പ്രതിയിൽ നിന്ന് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന മറ്റു ഉള്ള സാക്ഷികൾക്ക് കോടതിയിൽ 1 മുതൽ 7 വരെ സാക്ഷികളായി വിസ്തരിച്ചവരിൽ ഈ 1ഉം 2ഉം ഒഴിച്ച് ബാക്കിയുള്ള 3 മുതൽ 7 വരെയുള്ള സാക്ഷികൾക്കും അവിടെ വെച്ച് പരിക്ക് പറ്റിയിട്ടുള്ളവരാണ്. ഈ കേസിനകത്ത് ഈ സാക്ഷികളെ വളരെ വിശദമായ ക്രോസ് വിസ്താരം ഡിഫൻസ് വക്കീലന്മാർ നടത്തി. പക്ഷേ ആവർത്തിച്ച് അടിവരയിട്ട് പറയാം, ഒരു വരിയിൽ പോലും ഈ സാക്ഷികളെ അവിശ്വസിക്കേണ്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ സാക്ഷികളെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ഥലത്തുണ്ടായിരുന്നു ഈ സാക്ഷികൾ എന്നുള്ളതിന് അവർക്കുണ്ടായേക്കുന്ന മുറിവുകൾ, അവർക്കുണ്ടായേക്കുന്ന പരിക്കുകൾ തെളിവാകുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വരാൻ വേണ്ടി അവരെ ക്രോസ് വിസ്താരത്തിന്, വളരെ ദൈർഘ്യമേറിയ ക്രോസ് വിസ്താരത്തിന് വിധേയമായിട്ട് പോലും അവരുടെ ചീഫ് വിസ്താരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കളവാണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഡിഫൻസ് വക്കീലന്മാർക്ക് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് കോടതിക്ക് മുമ്പായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, കോടതിയിൽ വന്നിട്ടുള്ള പ്രതികളെ ഈ സാക്ഷികൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. വളരെ രസകരമായ സംഗതി, ഈ കേസിൽ കോടതിയിൽ ഹാജരായിട്ടുള്ള 19 പ്രതികൾ ഒരേ വേഷവിധാനത്തോടു കൂടി, ഒരേ നിറമുള്ള മുണ്ട്, ഷർട്ട്, അതേപോലെയുള്ള മാസ്കുകൾ ഇതെല്ലാം ധരിച്ചുകൊണ്ട് കോടതിയിൽ എത്തിയിട്ടും ഈ കോടതിയിൽ തിരിച്ചറിയപ്പെടേണ്ട പ്രതികളെ എല്ലാവരെയും തന്നെ ഈ സാക്ഷികളെല്ലാം കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പോൾ ഈ വിധിന്യായം പുറപ്പെടുവിച്ച ജഡ്ജി ആയിരുന്നില്ല ആ സമയത്ത് ചീഫ് വിസ്താരത്തിന് പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ജഡ്ജ് അതിൽ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. ഒരേ വേഷത്തിലാണ് ഈ പ്രതികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായി, നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം അവർ കോടതിയിൽ ഈ സാക്ഷികൾ നൽകുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കേസ് അവിടെ തെളിയിക്കപ്പെടുകയാണ്. ബാക്കിയുള്ളതെല്ലാം പുറകിനാണ് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നത്, ഒരു കേസിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഒരു കേസിൻ്റെ തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രഥമ വിവര മൊഴി എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന്
ഒരു സാക്ഷി, സംഭവം കണ്ട ഒരാൾ കൊടുക്കുമ്പോഴാണ് തുടങ്ങുന്നത്. പ്രോസിക്യൂഷൻ്റെ കേസ് അനുസരിച്ച് 10:45 വിശാലിന് കുത്തിയെടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ വിശാലിന് കുത്തിയെടുക്കുന്ന സംഭവത്തിനോടൊപ്പം തന്നെ കൂടെയുള്ള മറ്റ് സഹപാഠികൾക്കും അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കും കുത്തിയെടുക്കുന്നു. അവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ചെറിയ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. വിശാലിനെ ചെങ്ങന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ആദ്യത്തെ 2 സാക്ഷികൾ അല്ലെങ്കിൽ 2 കുട്ടികൾ, വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്ന് പറയുന്ന 2 കുട്ടികൾ, ഇവരുടെ ശാരീരികമായ അവസ്ഥ വളരെ മോശമാണ്. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതറിഞ്ഞുകൊണ്ട് പോലീസ് ഉടൻ തന്നെ എത്തുകയാണ് ആ ഹോസ്പിറ്റലിൽ. 10:45 സംഭവം നടന്നു. 11:45 ആകുമ്പോഴേക്കും പോലീസ് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹോസ്പിറ്റലിലെത്തി അവിടെ കണ്ട അതിനകത്ത് ശ്രീജിത്ത് യാതൊരു തരത്തിലും സംസാരിക്കാൻ സാധിക്കാത്ത അതീവ ഗുരുതരാവസ്ഥയിലായി. വിഷ്ണുപ്രസാദ് താരതമ്യേന സംസാരിക്കാൻ ഒക്കുന്ന സാഹചര്യത്തിലാണ്, എങ്കിലും അയാൾക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാളോട് ആ സമയത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു. അയാൾ ആ സമയത്ത് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ഈ കേസിലെ പ്രതികളിൽപ്പെട്ട ചിലരുടെ പേരുകൾ പോലും പ്രഥമ വിവരം ഒഴിക്കാത്ത ആ സാക്ഷി പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ടൈംലി ലോഡ്ജിങ് ഓഫ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിയമത്തിൻ്റെ ഭാഷയിൽ പറയുന്ന കൃത്യസമയത്ത് തന്നെ പ്രഥമ വിവരമൊഴി റെക്കോർഡ് ചെയ്യപ്പെടുന്ന, കൃത്യസമയത്ത് തന്നെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കേസ്. ആ പ്രഥമ വിവരം മൊഴിക്കകത്ത് തന്നെ എന്നോടൊപ്പം പരിക്ക് പറ്റിയ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളിൻ്റെ പേരും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്നാം സാക്ഷി പറയുന്നുമുണ്ട്. അയാൾ പരിക്ക് പറ്റിയ ആളുമാണ്. അപ്പോൾ ഈ ശ്രീജിത്തിൻ്റെയും വിഷ്ണുപ്രസാദിൻ്റെയും ഒന്നും സാന്നിധ്യം അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു കേസിനകത്ത് ഇത്രയ്ക്ക് വിശദമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തൊരു കേസിനകത്ത് കോടതിയിൽ വന്ന് കൃത്യമായ രീതിയിൽ മൊഴി കൊടുത്തൊരു കേസിൽ ആ പ്രതികളെ മുഴുവൻ വെറുതെ വിടുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ഒരു കാരണവശാലും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ജഡ്ജിൽ എന്താണ് അങ്ങനെ ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളത് ആ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ച ഒരുപാട് നിയമവിദഗ്ധർ, വളരെയേറെ നിയമവിദഗ്ധർ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിന്.